എന്തുകൊണ്ട് വൈ എൻ്റെ വൈഫിന് മാത്രം ഇങ്ങനെ എന്ന ചോദ്യം. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പൊതുവേ എൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വരാറുള്ളത്. പലപ്പോഴും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ ഞാനൊരു സെക്സ് ടോയ് ആണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകളിൽ ഭയങ്കരമായിട്ട് അവരുടെ ഇമേജ് നോക്കുന്ന ആളുകളാണ്. സെക്സ് എന്ന് പറയുന്നത് ഒരു ടാബു ആണ്. നിങ്ങൾ പുരുഷന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളാൽ സ്ത്രീകൾക്ക് പൊതുവേ താല്പര്യക്കുറവ് വരാം. ഈ ഇടയായിട്ട് നമ്മൾ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളടുത്ത് സമയക്കുറവിന് പേഷ്യൻസ് വരുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ എനിക്ക് ആദ്യത്തിലൊന്നും ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ വൈഫിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഹറിയപ്പ് ചെയ്ത് എൻ്റെ കാര്യം നിങ്ങളുടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീർത്തു പൊയ്ക്കോ എന്നുള്ളൊരു രീതിയിലാണ് പൊതുവേ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പെരുമാറാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ഹറി ഡൗൺ ചെയ്ത് പെട്ടെന്ന് ക്ലൈമാക്സിലെത്തി എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇത്ര കാലം പോയിരുന്നത്. പക്ഷേ ഇത് പോകെ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ഇതിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്കിൽ പോലും ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കാര്യം പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. അതായത് പെട്ടെന്ന് തന്നെ സ്ഖലനം പോവുകയാണ്, എനിക്ക് സമയം തീരെ കിട്ടുന്നില്ലാത്ത സാഹചര്യം ആയിട്ടുണ്ട്. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ട് വൈഫിനെ ചെറുതായിട്ടെങ്കിലും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇപ്പം ഇങ്ങനെയും കൂടെ ആയപ്പം എൻ്റെ വൈഫിന് തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഡോക്ടറെ എൻ്റെ വൈഫിന് മാത്രം ഇങ്ങനൊരവസ്ഥ എന്നുള്ള ഈ ഒരു ചോദ്യം പൊതുവിലേ നമ്മളുടെ അടുത്ത് വരുന്ന അധികവും സമയക്കുറവിനുള്ള ഇഷ്യൂസുള്ള കേസസുള്ള ആളുകൾ പറയുന്നതാണ്. അതേപോലെ മറ്റൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്, മറ്റൊരു പേഷ്യൻ്റ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്, അവർ പറഞ്ഞ ഒരു കംപ്ലയിൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ ഇങ്ങനെയാണ് ഡോക്ടറെ, ഞാൻ കാണിക്കാൻ പറ്റുന്നിടത്തൊക്കെ കാണിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള സൈക്കോ തെറാപ്പികൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അവർക്ക് ഇതിനോടൊരു താല്പര്യമില്ല, ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്, ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്, പക്ഷേ എങ്കിൽ പോലും ആൾക്ക് ഈ ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് ഒരു താല്പര്യമില്ല, പലപ്പോഴും എൻ്റെ നിർബന്ധത്തിന് നിൽക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഒരാളെ ഉപദ്രവിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോവാറുണ്ട്. എന്തുകൊണ്ട് വൈ എൻ്റെ വൈഫിന് മാത്രം ഇങ്ങനെ എന്ന ചോദ്യം. അപ്പം നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു താല്പര്യക്കുറവ് എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിനെന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്, നിങ്ങൾ പുരുഷന്മാർ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഈ രീതിയിലുള്ള താല്പര്യക്കുറവ് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് സെക്സിനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാകുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ അത് മാനസികമായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ തന്നെയാണ് വരാറുള്ളത്. അതിൽ ആദ്യത്തെ മുൻഗണന പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിലാണ്. പുരുഷന്മാർ സ്വാഭാവികമായിട്ടും സ്ത്രീകളെ പറയുന്ന ഒരു പ്രശ്നമാണ്, ഇന്ന് നടന്നതും ഇന്നലെ നടന്നതും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നടന്ന കാര്യങ്ങളും ആണ് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ചെറിയൊരു ഇഷ്യൂ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, പക്ഷേ അപ്പോഴേക്കും അന്നത്തെ ഇഷ്യൂ വരെ നിങ്ങൾ അന്നേ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇപ്പോഴും ഒരു മാറ്റമില്ല, നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പൊതുവേ എൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വരാറുള്ളത്. ആ ഒരു രീതിയിലുള്ള സംസാരമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഡോക്ടറെ എന്ന പരാതി വരാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ പറയാറുള്ളത്, സ്ത്രീകൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തുറന്ന് പറയില്ല. ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ മുഖം വീർപ്പിച്ച് നടക്കുക, മിണ്ടാണ്ട് നടക്കുക, എങ്ങനെ പിന്നാലെ നടന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവൾ ഭയങ്കര ഡിമാൻഡ് ഇട്ട് പോകും. അപ്പോൾ പിന്നെ ഞാനും മൈൻഡാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടാവും, തിരിച്ചു വന്ന് ഞാൻ ഓക്കെ ആവും, അവൾ ഓക്കെ ആവുമ്പോൾ ഓക്കെ ആവട്ടെ, കാരണം ഞാൻ ഓക്കെ ആയല്ലോ, ഇനി അവൾ സാവകാശം ഓക്കെ ആയിക്കോളും എന്നെ പോലെ എന്നുള്ള ധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ചില കാര്യങ്ങൾ സ്ത്രീകൾ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ടാവും, പക്ഷേ അത് നിങ്ങളുടെ ടേംസിലായിരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വൈഫ് അതായിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതായിരിക്കില്ല പറയാൻ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇനി ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമോ എന്നുള്ള പേടിയിൽ പല സ്ത്രീകളും അത് ഒതുക്കി വെക്കാറുണ്ട്. ഈ ഒതുക്കി വെക്കുന്ന പ്രശ്നം പലപ്പോഴായിട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒതുക്കി വെച്ച് ഇതെല്ലാം ഒതുക്കി വെച്ചത് ബാഗേജിൽ ഇടുകയാണ്, ഇതൊന്നും കളയുന്നില്ല പുറത്ത്.
പിന്നെ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും, അതായത് ഇത് കുറേ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോംബ് പൊട്ടുന്ന പോലെ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ നെഞ്ചത്തേക്ക് വരുന്നുണ്ടാവാം. അതായത് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക, ഇതൊക്കെ നമ്മൾ സംസാരിച്ച് തീർത്തതല്ലേ, ഇപ്പോഴും നിന്റെ മനസ്സിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും സംസാരിച്ച് തീർക്കേണ്ടതുണ്ട്. സംസാരിച്ച് തീർക്കുമ്പം ആരാണ് ശരി എന്നുള്ളതിലല്ല കൂടുതൽ ഇത് കൊടുക്കേണ്ടത്, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. രണ്ടുപേരുടെയും മനസ്സിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി രണ്ടുപേരും അതിൽ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ബന്ധമാണ് അവിടെ കൂടുതൽ വളരുന്നത്. നിങ്ങൾ കൂടുതലായി പരസ്പരം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാനാണ് ശരി, നീയാണ് ശരി എന്നുള്ളതിൽ അവിടെ വാദിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള കുറേ, അല്ലെങ്കിൽ പലപ്പോഴും പല സ്ത്രീകൾ പറയുന്നതാണ്, എൻ്റെ ഹസ്ബൻഡ് അല്ലേ, ഭർത്താവല്ലേ, അപ്പം ആ ആൾക്ക് കുറച്ചൊരു ആ ഒരു ഈഗോ ഉണ്ടാവില്ലേ, ഞാൻ എന്ത് സംസാരിച്ച് കഴിഞ്ഞാലും പലപ്പോഴും ആ ഈഗോയിൽ തൊടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് പറയുമ്പോഴേക്കും ആളുടെ ഈഗോ റൈസായി ഞങ്ങൾ തമ്മിലൊരു അകൽച്ച വരികയാണ്. അപ്പം എന്തിനാ വെറുതെ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉള്ളിൽ ഒതുക്കുകയാണ് എന്ന് പറയുന്ന കേസ് വരാറുണ്ട്. അപ്പം നിങ്ങൾ ഈഗോ എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ പരസ്പരം ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാതെ ഈ ഒരു പ്രശ്നം ഒരിക്കലും നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ മറ്റൊരു പ്രശ്നമാണ് ഇപ്പം സ്ട്രെസ്സ് വരിക എന്നുള്ളത്. ചിലപ്പം ഫാമിലിയിലാവാം, നിങ്ങളുടെ വർക്കിലാവാം, അതായത് വൈഫ് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാവാം, അവരുടെ മറ്റ് റിലേഷൻഷിപ്സിൽ, അതായത് അവരുടെ കുടുംബങ്ങളിലാവാം, മക്കളുമായിട്ടാവാം, അങ്ങനെ ഏത് രീതിയിലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അവർക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു സംഭവത്തിനോടുള്ള താല്പര്യം കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫോർപ്ലേ ആണ്. പലപ്പോഴും പല സ്ത്രീകളും നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ പലപ്പോഴും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ ഞാനൊരു സെക്സ് ടോയ് ആണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മനുഷ്യൻ എന്നോട് നേരെ ഒന്നും സംസാരിക്കാറില്ല. എന്നല്ലാത്ത ടൈമിൽ അല്ലാതെ ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് കൈ പിടിച്ച് നിൽക്കാനോ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ച് കൂടെ ഇരിക്കാനോ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ അല്ലാത്ത ടൈമിൽ ആൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു നോൺ സെക്ഷൽ ആയിട്ടുള്ളൊരു രീതിയിൽ ഞാൻ ആളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്നെ തട്ടി മാറ്റാറാണ്, എന്നെ മൈൻഡ് ആക്കാറ് പോലുമില്ല. പക്ഷെ ബെഡിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഇതെല്ലാം വേണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആളുടെ മനസ്സിൽ എന്താണ്? ഞാൻ ആൾക്ക് കൊടുക്കുന്ന വിലയും ആൾ എനിക്ക് തരുന്ന വാല്യൂ എന്താണ്? ഇതൊക്കെ പലപ്പോഴും പല സ്ത്രീകൾക്കും ഈ ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് ഭയങ്കര വിരക്തി തോന്നാനുള്ളൊരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, അവർക്ക് പണ്ട് എന്തെങ്കിലും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, ട്രൊമാറ്റിക് ആയിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനോടൊരു തരം പേടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായി, ഡോക്ടർ എനിക്ക് താല്പര്യം, ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിലില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ആദ്യ രാത്രിയിൽ എന്നെ ഫോഴ്സ്ഫുള്ളി ഇതിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് ഇത് ഇപ്പോഴും ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര പേടിയാണ്. കാരണം അന്ന് ഞാൻ ഇതെന്താണ് എന്നോ ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതോ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. സത്യം പറയാലോ, എനിക്ക് ആരും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാവും, നമ്മൾ നിന്ന് കൊടുക്കണം എന്നാണ് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഭയങ്കര ഭീതിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അറിയാത്ത ഒരാൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ സ്പർശിക്കുന്നത് പോലും എനിക്ക് മെൻ്റലി ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നൊരു സാധനമാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ തമ്മിൽ മെൻ്റലി കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ അപ്രോച്ച് വരുമ്പോഴേക്കും എനിക്ക് അന്നുണ്ടായ ഇൻസിഡൻ്റ് ആണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മുന്നേ ഉണ്ടായിട്ടുള്ള അബ്യൂസസ് ആണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം നിങ്ങളോടുള്ള ഇഷ്യൂ അല്ല, ചിലപ്പോൾ അവർക്ക് മൈൻഡിൽ കിടക്കുന്ന ഈ ഒരു ട്രോമയായിരിക്കാം. അതിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയും. അതേപോലെ മറ്റൊരു കേസാണ്, സ്ത്രീകളിൽ ഭയങ്കരമായിട്ട് അവരുടെ ഇമേജ് നോക്കുന്ന ആളുകളാണ്. അതായത് ഞാൻ കാണാൻ കൊള്ളുമോ, എന്നെ ഓക്കെ ആണോ, എൻ്റെ ഹസ്ബൻഡിന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണോ, ഇഷ്ടപ്പെടുമോ. പ്രത്യേകിച്ചൊരു പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞ സ്ത്രീകളാണ്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ, മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ കഴിഞ്ഞ് അവർ ഒരുപാട് വണ്ണം വെച്ച സ്ത്രീകളാണ്, അല്ലെങ്കിൽ വല്ലാണ്ട് മെലിഞ്ഞു പോയ സ്ത്രീകളാണ്, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോയ സ്ത്രീകൾ, ഇങ്ങനെ പല പല, അതായത് അവരുടെ ആ ഒരു സെൽഫ് ഇമേജിനെ അവർ ഭയങ്കരമായിട്ട് ഞാൻ കൊള്ളില്ല എന്നുള്ളൊരു ഇമോഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പല സ്ത്രീകളിലും ഈ ഒരു കാര്യം അവരുടെ ലിബിഡോനെ ഡിക്രീസ് ചെയ്യും. അതായത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് എന്നോട് താല്പര്യക്കുറവുണ്ടോ, ഈ ഒരു സാധനം അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമേജാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും നിങ്ങൾ ഹസ്ബൻഡ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പുരുഷന്മാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് നേർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ മറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്, പൊതുവേ ഇത് ഞാൻ ഫസ്റ്റ് പറയേണ്ടതാണ്,
സെക്സ് എന്ന് പറയുന്നത് ഒരു ടാബു ആണ്. ഇതിനെക്കുറിച്ച് ആരും പറയാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. അയ്യേ എന്ന് പറയുന്ന, അതായത് പലപ്പോഴും ചെറുപ്പകാലങ്ങളിൽ കേട്ട് വളർന്നിട്ടുള്ളത് അങ്ങനെയാണ്. അയ്യേ അതിനെക്കുറിച്ചാണോ ഈ പറയുന്നത്, അതിനെക്കുറിച്ച് എന്തിനാ ഡിസ്കസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മിണ്ടിക്കൂടാ, ഈ ഒരു രീതിയിലാണ് പലപ്പോഴും സ്ത്രീകൾ വളർന്നിട്ടുള്ളത്. പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പുരുഷന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴും പല സ്ത്രീകൾക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നോ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കല്യാണത്തിൻ്റെ മുന്നേ പറഞ്ഞു കൊടുക്കാറ് വളരെ അപൂർവം പേരൻസ് മാത്രമാണ്. ഇതിന് കറക്റ്റ് ഒരു രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതെന്തോ വെറുക്കപ്പെട്ടതും അറപ്പുണ്ടാകാനുള്ളൊരു സാധനമാണ് എന്നുള്ളൊരു ധാരണയിലാണ് പല സ്ത്രീകളും കല്യാണത്തിലേക്ക് വരുന്നത്. അത് ഉടനീളം അവരുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള താല്പര്യം അവർക്ക് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പം ചില കേസുകളിൽ സ്ത്രീകൾക്ക് അവിടെ നനവ്, ലിബിഡോ വരുന്ന സമയത്ത്, അതായത് താല്പര്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു തരം നനവ് ഉണ്ടാകേണ്ടതുണ്ട്, ഒരു ലൂബ്രിക്കേറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. ആ ലൂബ്രിക്കേഷൻ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക്. അപ്പം ഈ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആവുന്നത് കൊണ്ട് തന്നെ, അത് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് പോകെ ഇവർക്ക് താല്പര്യക്കുറവിലേക്ക് എത്തും. അതേപോലെ മറ്റൊരു ഇഷ്യൂ ആണ് വെജൈനിസ്മസ് എന്ന് പറയും. അതായത് അവിടുത്തെ മസിൽസ് എല്ലാം കൂടെ ഇറുകി പിടിച്ച് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും റിലാക്സ്ഡ് ആവില്ല. അതായത് നിങ്ങൾ അവരെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ടൈമിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അത് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ആ ടൈമിൽ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും നടു എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേണ്ട, എൻ്റെ അടുത്തേക്ക് വരണ്ട, അല്ലെങ്കിൽ എനിക്കിതിൽ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വൈഫ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്ന ഒരു രോഗം മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാത്തത് കൊണ്ട് തന്നെ, പുറത്ത് പറയാത്തത് കൊണ്ട് തന്നെ, എങ്ങനെ പറയും എന്നുള്ള നാണക്കേട് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരുപാട് കാലം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ മറ്റു രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഹൃദ്രോഗങ്ങളുള്ള സ്ത്രീകളിലൊക്കെ പൊതുവേ ഈ ഒരു താല്പര്യം കുറയാറുണ്ട്. അതേപോലെ ചില മരുന്നുകൾക്ക്, എല്ലാ മരുന്നുകളും ഇല്ല, പ്രത്യേകിച്ച് ആൻറ്റി ഡിപ്രസൻ്റ് പോലുള്ള മരുന്നുകൾക്ക് ഈ ഒരു താല്പര്യക്കുറവ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾക്ക് മെനോപ്പോസ് എത്തിയ സ്ത്രീകളിൽ, അതായത് ആർത്തവം നിന്ന സ്ത്രീകളിൽ ഈ ഒരു താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അവർക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു ലിബിഡോ കുറയുകയും അവിടെ ഭയങ്കര ഡ്രൈനസ് വരികയും താല്പര്യം കുറയാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. മറ്റൊന്ന് എന്നുള്ളത് ഫസ്റ്റ് പാരൻ്റ് ആകുന്നത്, അതായത് ആദ്യമായിട്ട് കുട്ടി ഉണ്ടായ അമ്മയിൽ പൊതുവെ ഈ ഒരു ലിബിഡോ കുറവായിരിക്കും. കാരണം അവർക്ക് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ഒരേപോലെയാണ്. ആദ്യം അവരിത്രയും കാലം അവരെ തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. ഇത് പുതിയൊരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ നോക്കേണ്ട ഒരു ബാധ്യത എന്ന് പറയുന്നത്, ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു വലിയ കാര്യമായിരിക്കും. എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ കുഞ്ഞ് കരഞ്ഞാൽ എങ്ങനെയാണ് നോക്കേണ്ടത്, പാല് കൊടുക്കുന്നത് എങ്ങനെയാണ്, രാത്രി ഉറക്കമില്ലാണ്ടാകുമ്പം ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ ഫ്രസ്ട്രേഷൻ്റെ ഒരു അങ്ങേതലയിലാണ് പൊതുവെ ഫസ്റ്റ് പേരൻസ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ പല ആളുകൾ പറയാറുണ്ട്, 5 വർഷമായിട്ടും ഇപ്പോഴും എൻ്റെ കുട്ടിക്ക് 5 വർഷമായി, പക്ഷെ ഇപ്പോഴും എൻ്റെ വൈഫിന് പണ്ടുണ്ടായിരുന്ന ആ ലിബിഡോ ഇല്ല എന്നുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ, അന്നുണ്ടായ ആ ഒരു സ്ട്രെസ് അവർക്ക് ഇപ്പോഴും അവർ ഓവർകം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ചില കേസുകളിൽ ഈ ഒരു സ്ട്രെസ്സ് അവർക്ക് ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുകയും അല്ലെങ്കിൽ ഈ വെജൈനസ്പസ് പോലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. അതേപോലെ ഫിസിക്കൽ എക്സോഷൻ, അതായത് ശരീരം കൊണ്ട് അവർ ഭയങ്കര ക്ഷീണിതയായിട്ടുള്ളൊരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കിടപ്പറയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും അവർ വരുന്നുണ്ടാവുക. അവർക്ക് ഡൊമസ്റ്റിക് ഹെൽപ്പ് ഉണ്ടാവില്ല, അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം ഡോക്ടറെ, ഇതാണ് എന്നോട് പേഷ്യൻസ് കടന്ന് പറയാറുള്ളത്. എനിക്കൊരു ഹെൽപ്പില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നെ എത്ര ഞാൻ ആരെങ്കിലും ഒരാളോട് കൂടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല, അത് മമ്മീൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ജോലിയല്ലേ, അമ്മ തന്നെ ചെയ്തോ എന്നുള്ള മട്ടിലാണ് എല്ലാവരും എന്നെ പരിഗണിക്കുന്നത്. ഞാൻ ആ വീട്ടിലെ വേലക്കാരിയാവണം, ആ വീട്ടിലെ ഉമ്മയാവണം, ആ വീട്ടിലെ ഭാര്യയാവണം, ആ വീട്ടിലെ എല്ലാം ആവണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ബെഡ്റൂമിൽ ഞാൻ അവൈലബിൾ ആവണം എന്ന് പറയുന്നത് എനിക്ക് ശാരീരികമായിട്ട് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ ഈ ഒരു ക്ഷീണത്തിന് മറ്റ് കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ അവർക്ക് രക്തക്കുറവ് ഉണ്ടാവാം, ചിലപ്പോൾ അവർക്ക് വൈറ്റമിൻ കുറവുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവാം. ഇങ്ങനെ ഉണ്ടെങ്കിലും അമിതമായിട്ടുള്ള ക്ഷീണം വരാം. അതുകൊണ്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കാറുണ്ട്.
അപ്പം ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത് ഒരു സ്ത്രീക്ക് താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഘടകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുരുഷന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളാൽ സ്ത്രീകൾക്ക് പൊതുവേ താല്പര്യക്കുറവ് വരാം. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് അന്ന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വഴക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിലായി രണ്ടുപേരും മനസ്സ് നിറഞ്ഞ് സ്നേഹത്തോടെയാണ് നിങ്ങൾ ആ ബെഡ്റൂമിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു താല്പര്യം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും. അതല്ല വഴക്കുണ്ടായി, ഞാൻ പുറത്തിറങ്ങി, അവൾ വീട്ടിലുണ്ടായി, ഞങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ടു, ഞാൻ ഓക്കെ ആയി, അവൾ ഓക്കെ ആവുമെന്ന് ഞാൻ കരുതി, തിരിച്ചു വന്നപ്പോഴും അവൾക്ക് താല്പര്യമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വഴക്ക് അവർക്ക് അവിടെ തീർന്നിട്ടില്ല. അവരുടെ മൈൻഡിൽ അത് എപ്പോഴും കിടക്കുന്നുണ്ട്. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. പക്ഷേ പിന്നെയും ഈ വഴക്ക് അല്ലെങ്കിൽ നിങ്ങൾ അന്ന് വഴക്കിട്ടപ്പം ഉണ്ടായ സംസാരങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായ ആ ഒരു കാര്യം അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു കരടായിട്ട് കിടക്കുന്നുണ്ടാവും. ഇത് പോകെ പോകെ ഒരു വലിയ കരടാവാനും ഇതിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ 2 എന്ന് പറയുന്നത് ഫോർ പ്ലേ എന്ന് പറയുന്നത് ഇപ്പോഴും ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുമ്പോൾ, ഫോർ പ്ലേ എന്ന് പറയുമ്പം ഫിസിക്കൽ ടച്ച് അല്ലെങ്കിൽ സെക്ഷൽ മാത്രം എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫോർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫിനോട് സ്നേഹത്തോടൊന്ന് സംസാരിക്കുന്നതും കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നത് പോലും ഫോർ പ്ലേൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇമോഷണൽ ഇൻറ്റിമസി ഫസ്റ്റ് വരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പൊതുവേ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാർക്ക് ഏതൊരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാലും എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഫീൽ ചെയ്യും. അത് ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു താല്പര്യമാണ്. പക്ഷേ സ്ത്രീകൾക്ക് പൊതുവേ ഫിസിക്കൽ ഇൻറ്റിമസിനെക്കാട്ടിലും ഇമോഷണൽ ഇൻറ്റിമസിക്കാണ് ഫസ്റ്റ് പ്രൈമറി ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് അവർക്ക് മാനസികമായിട്ടൊരു അടുപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളോട് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇത് വേണം എന്നുള്ളൊരു തോന്നലിലേക്ക് എത്താറുള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിലേക്കാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാം ഫിസിക്കലായിട്ട് മാത്രം ഹാൻഡിൽ ചെയ്യാണ്, അവർക്ക് മൈൻഡിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കെയർ ചെയ്യുന്നുണ്ട്, നീ എൻ്റെ എല്ലാമാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി അവർക്ക് കൊടുക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനോടുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബെഡ്റൂമിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ബെഡ്റൂം ഫോർ പ്ലേൻ്റെ മുന്നേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് അതെന്തും ആവാം. അത് ചിലപ്പം നിങ്ങളൊന്ന് കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാവാം, നിങ്ങൾ എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതാവാം. അതായത് ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് 5 തരമാണ്. നിങ്ങൾക്ക് ചിലപ്പം നീ ഇട്ട ഡ്രസ്സ് കാണാൻ നല്ല രസമാണ്, അല്ലെങ്കിൽ നീ അതിൽ നല്ല സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഭയങ്കര രസമാണ് എന്ന് പറയുന്നത് പോലും ആക്ച്വലി ഒരു ഫോർ പ്ലേൻ്റെ ഭാഗമാണ്. ഈ അടുത്ത് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഹസ്ബൻഡാണ് പറയുന്നത്, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ, ഞാൻ നുണയൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവളുടെ കുക്കിംഗ് എനിക്ക് ഇഷ്ടമാവാറില്ല, അവളുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാവാറില്ല, പലതും എനിക്ക് അവളുടെ ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പം ഞാൻ ഇല്ലാത്ത കാര്യം ഇപ്പം ഞാൻ എന്തിനാ പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാറില്ല. അപ്പം വൈഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഇഷ്ടമാവണ്ട, പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്തൊരു എഫേർട്ടിനെങ്കിലും എന്നോട് നല്ല വാക്ക് പറഞ്ഞൂടെ. ഞാൻ എപ്പോഴും എന്നോട് സംസാരിക്കുന്നത് എൻ്റെ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ്. ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ നോക്കിയത് ശരിയായില്ല, ഞാൻ ആക്കിയത് ശരിയായില്ല, ഞാൻ അപ്പുറത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്നും കാണാതെ അതിനൊന്നും ഒരു വാലിഡേഷൻ തരാതെ ഞാൻ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരാളോട് എനിക്ക് എന്ത് സ്നേഹമാണ് ഡോക്ടറെ വരിക? എനിക്ക് ആ സ്നേഹം തോന്നാതെ എനിക്ക് എന്താണ് ഫിസിക്കലി അയാളോട് കൂടെ ഞാൻ വെറുതെ കിടന്നു കൊടുക്കുക എന്നുള്ളൊരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഞാൻ എങ്ങനെ ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടെന്ന് പറയണമെന്നില്ല, പക്ഷെ അവരുടെ എഫേർട്ടിനെങ്കിലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് വരുത്തുക. അത് അവർക്ക് ആക്ച്വലി കൊടുക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഓക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് തോന്നുന്ന ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. അതേപോലെ തന്നെ പറയാനുള്ളത് ഫോർ പ്ലേ റഷ് ചെയ്ത് പോവുക, അതായത് പെട്ടെന്ന് തന്നെ ഫിസിക്കൽ ഒരു ഇൻറ്റിമസിയിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇമോഷണൽ ഇൻറ്റിമസി കുറച്ച്, ഫിസിക്കൽ ഇൻറ്റിമസി കുറച്ച്, പിന്നെ നേരെ പെനട്രേറ്റീവ് സെക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വൈഫിനെ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് പെട്ടെന്ന് ആ ഒരു മൂഡിലേക്ക് എത്താൻ കഴിയും, സ്ത്രീകൾക്ക് കുറച്ച് ടൈം എടുക്കും. ഈ ടൈം എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്, അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ഇൻ്റർകോഴ്സിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻഡ് ചെയ്യുന്നിടത്തെ നിങ്ങളുടെ പാർട്ട്ണർ ആക്ച്വലി താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ.
അപ്പോഴാണ് നിങ്ങൾക്ക് എനിക്ക് ടൈം ഭയങ്കര കുറവാണ്, പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എൻ്റെ വൈഫിനെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ടൈം എടുക്കുക, നിങ്ങളുടെ വൈഫ് ഏറ്റവും ആ ഒരു മൂഡിലേക്ക് എത്തുന്ന ടൈമിലേക്ക് മാത്രം നിങ്ങളും ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഭാര്യാഭർത്താക്കന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. എനിക്ക് വേണ്ടത് ഞാൻ എടുക്കും, ആൾ വേണ്ടത് ആൾ ചെയ്തിട്ട് പോവും എന്നുള്ള രീതിയിലാണ് പൊതുവേ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഒരു പേഷ്യൻറ്റിനോട് ചോദിച്ചു, നിങ്ങൾക്ക് താല്പര്യം വരാറില്ലേ, വൈഫിനോട് ചോദിച്ചു നിങ്ങൾക്ക് താല്പര്യം ഇതിലൊന്നും വരാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് താല്പര്യം വരാറുണ്ട്. ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താ വേണ്ടാത്തത്, എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഹസ്ബൻഡിനോട് കൺവേ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചപ്പം ഇല്ല, ഞാൻ അപ്രോച്ച് ചെയ്തിട്ടേ ഇല്ല. ആക്ച്വലി എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഹസ്ബൻഡ് താല്പര്യമുള്ളപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുക എന്നല്ലാതെ, എൻ്റെ അടുത്തേക്ക് വരിക എന്നല്ലാതെ. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി എന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക, എന്നെക്കുറിച്ച് മോശം വിചാരിക്കുമോ, ഞാനിങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുമോ എന്നുള്ള ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് തന്നെ എന്നെ വിളിക്കാം. കാരണം ഇത് ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്ന് സംഭവിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് പൊതുവെ സ്ത്രീകളിലുള്ളത്. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് മിസ്റ്റേക്ക്, എന്താണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്, എന്താണ് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ട്രൈ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. ഇതൊന്നും കൂടെ ആസ്വദിക്കാനും പരസ്പരം ഇഷ്ടപ്പെടാനും. നിങ്ങളെ സെക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആസ്വദിക്കാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നല്ല രീതിയിൽ ബിൽഡ് ആവാനും ആ ഒരു ഫാമിലി ബോണ്ടിങ് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനുമാണല്ലോ. അപ്പോൾ ഇതിലേക്ക് എത്തിക്കാൻ ആക്ച്വലി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരെ നിങ്ങളുടെ സ്വകാര്യ അവയവം കറക്റ്റായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കംസിഷൻ, അതായത് നമ്മൾ സുന്നത്ത് കഴിക്കുക എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ ഓക്കെയാണ്. പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു ഫോർ സ്കിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും കുളിച്ച് കഴിയുമ്പോഴൊക്കെ നിങ്ങൾ ആ ഫോർ സ്കിന്നെ ബാക്കിലേക്ക് വലിച്ച് അവിടെ നല്ല രീതിയിൽ വൃത്തിയാക്കി ഉണക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഇതില്ല എന്നാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും സ്ത്രീകളിൽ ഇൻഫെക്ഷൻ വരാനും പിന്നീട് ഈ ഒരു താല്പര്യം കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സ്ത്രീകളിൽ ഈ ഒരു സെക്സ് ഡ്രൈവ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം മേലെ പറഞ്ഞ പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ ഇതിൽ ഇഷ്യൂസ് ഉണ്ടാവില്ല. എന്നിട്ടും മാറ്റമില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡുകളാണ്. ഒന്ന് അവക്കാഡോ എന്ന് പറയുന്നത്. അവക്കാഡോയിൽ നല്ല ഹെൽത്തി ഫാറ്റ് ആയതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ അതിൽ വൈറ്റമിൻ B6 കൂടുതലായതുകൊണ്ട് തന്നെ ഈ ലിബിഡോ ഇൻക്രീസ് ചെയ്യാനും നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടാനും താല്പര്യം കൂടാനും എനർജി കൂടാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിൾ എന്ന് പറയുന്നത് പൊതുവേ സ്ത്രീകളിലുള്ള സെക്സ് ഡ്രൈവ് കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് ആപ്പിളിനെ കാണാറുള്ളത്. അതേപോലെ മറ്റൊരു ഫുഡാണ് ബനാന, അല്ലെങ്കിൽ നമ്മളെ പഴം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് റോബസ്റ്റ്, അതേപോലെ നേന്ത്രപ്പഴമൊക്കെ അതിൽ നല്ല റിച്ചാണ്. അതായത് പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാനും ഇത് സെക്സ് ഡ്രൈവ് കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫീമെയിൽ ഡ്രൈവ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഈ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ ടെൻഷൻ, ട്രോമ, ഇതൊക്കെ ഇതിലുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു സെക്സ് ഡ്രൈവ് കുറയാനുള്ള. അതേപോലെ എനർജി ഇല്ല, എപ്പോഴും ഒരു മടി പിടിച്ച അവസ്ഥയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഇതിനെ ഇല്ലാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സസൈസ് മിനിമം ഒരു ഡേയിൽ ഒരു 10-20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ സ്ത്രീകളോട് എക്സസൈസ് ചെയ്യുമ്പോൾ പറയാം, ഡോക്ടർക്ക് അറിയാത്തതുകൊണ്ട് അവർ വീട്ടിലെ പണി എന്തൊക്കെയുണ്ട്, രാവിലെ മുതൽ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ ഞങ്ങൾക്ക് പണിയാണ്, പണി കാരണം തന്നെ നടു വേദനയാണ്, കാല് വേദനയാണ്, കൈ വേദനയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങളുടെ ശരീരം ഇളകിക്കൊണ്ട് നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ട്, നമ്മൾ മോപ്പ് ചെയ്യുന്നുണ്ട്, നിലം തുടയ്ക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം കുനിഞ്ഞു നിന്നിട്ട് അല്ലെങ്കിൽ പണ്ടത്തെ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള സർക്കുലേഷൻ ഇഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. ഈ സർക്കുലേഷനിൽ കുറവ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു രക്തയോട്ടം കുറയുമ്പോൾ നമുക്ക് ആ ഒരു എനർജി കുറയും, അല്ലെങ്കിൽ താല്പര്യം കുറയും, ക്ഷീണം കൂടും. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ ഒരു ദിവസം കുറച്ചും കൂടെ എക്സസൈസോട് കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേയിൽ എവിടെയെങ്കിലും നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എക്സസൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മെൻ്റൽ റിലാക്സേഷൻ ഉണ്ട്. ഇത് പൊതുവെ സ്ത്രീകൾ പറയുന്നത് അധികം ഫ്രസ്ട്രേഷനാണ്, ഞാൻ ഇത്രയും പണി ചെയ്യുന്നുണ്ട് എന്നുള്ള ഫ്രസ്ട്രേഷനാണ്. അത് മാനസികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ടയേർഡ്നെസ് ആണ്.
ശാരീരികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഇഷ്യൂ വളരെ കുറവ്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മളുടെ ബോഡി അവിടെ ഇളകുന്നത് വളരെ കുറവാണ്. അപ്പം ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഡേനെ നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആക്ച്വലി നിങ്ങൾക്ക് ഒരു മെഡിസിനും ഇല്ലാണ്ട് നോർമൽ ആകാൻ കഴിയും. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റില്ല എന്നാണെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെഡിസിൻ വേണ്ടി വരും. ചില ആളുകൾക്ക് സൈക്കോതെറാപ്പി അതിൻ്റെ കൂടെ വേണ്ടി വരും. സോ നമുക്ക് ഇതുവരെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നത് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പലപ്പോഴായിട്ട് പല ആളുകളും ഒരുപാട് കാലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാരണം കൊണ്ട് എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.